അച്ഛൻ കറിവേപ്പില പൊട്ടിച്ചേ. നമ്മുടെ വിമലാമ്മ ഇവിടെ ചക്ക മുറിക്കണേണ്. ഇതെന്റെ മക്കളെല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് ഇന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിപ്പോ നമ്മള് ഫ്രൈ ചെയ്താണ് കേട്ടോ ചെയ്യാൻ പോണ. കുറച്ച് സമയം എടുക്കും, എന്നാലും ആദ്യമല്ലേ നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇവിടെ എന്തൊക്കെയാണ് പരിപാടി നടക്കുന്നത്? കോഴിക്ക് വേദനെടുക്കും. മസാല സെറ്റ്. ആദ്യത്തെ നമ്മുടെ ചിക്കൻ ഇടണത് വിമലാമ്മയാണ്. ചിക്കൻ ഫ്രൈ എന്നോട് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സവാള വഴറ്റാം. നമ്മുടെ ബിരിയാണി റെഡി. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. സഞ്ജു എങ്ങനെയുണ്ട്? അമ്മ എന്താ പരിപാടി? ഇതെന്റെ മക്കളെല്ലാരും ഉണ്ട്. അപ്പൊ നമ്മള് ഇന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിപ്പോ നമ്മള് ഫ്രൈ ചെയ്താണ് കേട്ടോ ചെയ്യാൻ പോണ. കുറച്ച് സമയം എടുക്കും, എന്നാലും ആദ്യമല്ലേ നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ കഴുകാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓരോ പണിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടുപേരും ഇവിടെ ഉണ്ട്. എന്താ ചെയ്യണേ നോക്കി. ഇവിടെ എന്താ ചെയ്യണത്? നമ്മുടെ മണവാളച്ചക്കൻ വന്നിട്ട് ഞങ്ങളെ ബിരിയാണി ഞങ്ങളൊക്കെ പുറത്താക്കിയിട്ടാ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഇന്നത്തെ പാചകം 3 കിലോ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. ആദ്യം തന്നെ അവർ രണ്ടുപേരും കൂടെ സവാള വെളുത്തുള്ളി ഒക്കെ എടുത്ത് തയ്യാറാക്കണ്ട്. പിന്നെ മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അല്ലാതെ സവാള അതെ. അപ്പൊ ഇന്ന് ഇവരെ 3 കിലോ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള മസാല ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 ബേ ലീഫ്, പിന്നെ ഒരു ചെറിയ ജാതിപത്രി, ചെറിയ കഷ്ണം ജാതിക്ക, ഒരു 12 ഏലക്ക, പിന്നെ 1 സ്പൂൺ അളവില് പട്ട, കറുവപ്പട്ട, ഒരു 12 കറിയാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ അളവില് കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ തന്നെ തക്കോലും കൂടെ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സജീരകം. ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു മസാലയുടെ സ്വാദ് കൂട്ടുന്നത്. അപ്പൊ നമുക്കിത് ആദ്യം തന്നെ മസാല തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തൊന്ന് പൊടിച്ചു വെക്കണം. ചിക്കൻ മാരിനേറ്റ് ആണ് ഇവര് ചെയ്യാൻ പോണ. അപ്പൊ എന്താ ചെയ്യാൻ പോണ? ആദ്യം ഉപ്പ്. അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോണ? ഇതിനകത്ത് രണ്ടാമത് മഞ്ഞപ്പൊടി ഇട്ട് ഇന്നത്തെ 1.5 ടേബിൾ സ്പൂൺ. ഇത് ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കട്ടെ. അതെന്താന്ന് വെച്ചാല് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട്. അച്ഛൻ കറിവേപ്പില പൊട്ടിച്ചേ. മാരിനേഷൻ നന്നായിട്ട് കുഴച്ചോ. കോഴിക്ക് വേദനെടുക്കും. അപ്പൊ അവര് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാട്ടാ. ആ സമയം കൊണ്ട് അവർ ചെയ്തിട്ടുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചൊക്കെ കൊടുക്കാട്ടോ. അവർക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പിനായിട്ട്. അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തോട്ടാ. മിക്സിയിലിട്ട് ചതക്കണ്ട, കല്ലിലിട്ട് ചതച്ചാൽ മതിയേ. പിന്നെ നമുക്ക് അവരെടുത്ത് വെച്ചേക്കുന്ന മസാലയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തും കൊടുക്കാം. അപ്പൊ ഒരു 100 ഗ്രാം പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 10 ഇഞ്ചിന്റെ കഷ്ണമാണ് കേട്ടോ ഇഞ്ചി. അതുപോലെ തന്നെ 100 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് കഴുകിയിട്ട് ചതച്ചെടുക്കാം. ഇഞ്ചി കഴുകിയിട്ടുണ്ട്, വെളുത്തുള്ളി കഴുകിയിട്ടുണ്ട്, പച്ചമുളക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അമ്മ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വറുക്കാം. അതിന് മുമ്പ് മസാല ഫ്രൈ ചെയ്തിട്ട് മാറ്റി പൊടിച്ച് മാറ്റും. ചട്ടി ചൂടായിട്ടുണ്ട്. നേരത്തെ അവർ പറഞ്ഞ മസാലയില് പെരുംജീരകം കൊടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 1.5 സ്പൂൺ പെരുംജീരകവും കൂടെ കയറ്റിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇതെല്ലാം ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അമ്മ ഇവിടെ എന്താ പരിപാടി? ഞാൻ ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. ഇത് വിശ്വജിത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. ഇത് നമ്മൾ പഴുപ്പിച്ചെടുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും. നമുക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാം. മസാല സെറ്റ്. ഇനി ഇതെന്ത് ചെയ്യണം? ഇത് പൊടിച്ചെടുക്കണം. ബിരിയാണിക്ക് ഇടേണ്ടതാ, അപ്പൊ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ നമ്മുടെ ചിക്കൻ ഇടണത് വിമലാമ്മയാണ്. എല്ലാം കഴിഞ്ഞായിട്ട് എടുത്തോ. വലിയ ഉരുളിയാണ്. റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സവാള വഴറ്റാം. വെളിച്ചെണ്ണ ഇടാൻ പോണം. വിമലാമ്മ ചോറ് കൊടുക്കും. കമത്തട്ടെ? കാമത്തിക്കോ? ചൂടുണ്ട അമ്മ? വാള വഴറ്റുന്ന സമയം കൊണ്ടിട്ട് ഇവിടെ അരി വെള്ളത്തില് ഒന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. മല്ലിയില പുതിനയില നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. ഈ സാധനത്തിന് നല്ല പോലെ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കണം. എന്നാലാണ് ഇതിനകത്തേക്ക് ധാരാളം വിഷമൊക്കെ അടിച്ചു വരുന്ന സംഭവമാണ്. സവാള നല്ല മെറൂൺ കളറിലേക്ക് ആയി വന്നോട്ടെ. അപ്പോഴാണ് ബിരിയാണി മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആകുന്നത്. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോഴാണ് അതിന്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണത്. സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം. ഈ ഒരു സമയത്ത് വേണം കേട്ടോ ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. വഴറ്റിയെടുക്കും. മസാലയൊക്കെ വഴണ്ട് വന്നിട്ടും നമ്മുടെ തക്കാളിയൊന്നും ഇതുവരെയും കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. നിങ്ങളവിടെ എന്ത് ചെയ്യണേണേ? നമ്മുടെ വിമലാമ്മ ഇവിടെ ചക്ക മുറിക്കണേണ്. ചക്ക പഴുത്തിട്ടുണ്ടോ വിമലാമ്മ? പഴുത്ത പോലെ തോന്നണം. ബിരിയാണി ആകുന്ന സമയം കൊണ്ട് പെട്ടെന്ന് വിമലാമ്മ ചക്ക മുറിച്ച് തരാന്ന് പറഞ്ഞു. നല്ല ചക്കയാണോ വിമലാമ്മ? ചക്ക നല്ല ചോളയേക്കാലം നമുക്ക് ഇതിനി തക്കാളി എന്തോരം എടുത്തിട്ടുണ്ട് സഞ്ജു? പൈനാപ്പിളോ? ഓക്കെ വഴറ്റണോ? തക്കാളി എല്ലാം നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. പാചകക്കാരൊക്കെ അങ്ങോട്ട് പോയേക്കണേ. കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് അപ്പോൾ ഞാനിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തൈര് ഇട്ടിട്ട് പിന്നെ ഞാൻ വഴറ്റി കൊടുക്കുവാണ്. തൈര് ചേർത്ത് നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കാം. ഇനി ഇളക്കി കൊടുക്കാം. നമ്മളിതുവരെയും മസാലയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ചിക്കനിൽ നല്ല ഉപ്പുണ്ടായിരുന്നു. അവർ ഉപ്പ് ചേർത്തപ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കണം. ആ സമയത്ത് നമ്മൾ നേരത്തെ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടില്ല. അതുകൂടെ ചേർക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഊറ്റുപാത്രത്തിലേക്ക് കോരി മാറ്റുവാണ്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മല്ലിയില പുതിനയില ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പൊടിച്ചു വെച്ച ബിരിയാണി മസാല ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഗ്രേവി സെറ്റ് അല്ലേ? ചോറ് തമ്പ്. ഓക്കെ, പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പൈനാപ്പിൾ കഷ്ണങ്ങളും പുതിനയിലയും ചേർക്കാം. അപ്പോഴൊക്കെ വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈസ് വേവിച്ച കുറച്ച് കഞ്ഞിവെള്ളമാണ് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്തിനാ അമ്മ അങ്ങനെ ഒഴിക്കണേ? അത് ചോറടി പിടിക്കാതിരിക്കാൻ വേണ്ടി. ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. മസാലയും റൈസും ഇടവിട്ട് തന്നെയാണ് ദം ചെയ്തെടുത്തിട്ടുള്ളതും. അങ്ങനെ ചോറ് മുഴുവനും തന്നെ നിരത്തിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത ഓനിയൻ, കാഷ്യൂസ്, റൈസിൻസ് ചേർത്തു. പിന്നെ മല്ലിയില ചേർത്തു. ഇനി മൂടി വെക്കാം. ബിരിയാണിയിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതും കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷമാണ് പാത്രം തുറന്ന് നോക്കുന്നത്. നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മരുമക്കളെ പഠിപ്പിച്ചെടുത്ത ബിരിയാണി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ക്ഷമയോട് കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവര് കഴിച്ചിട്ട് അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട്? അടിപൊളി. സഞ്ജു എങ്ങനെയുണ്ട്?
അപ്പോൾ വളരെ സന്തോഷകരമായ നല്ലൊരു ബിരിയാണിയും നമ്മുടെ മരുമക്കളുടെ ആദ്യ കൂടിച്ചേരലും വളരെ രസകരമായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.